അതെ, എക്സലിൽ വേണമെങ്കിൽ നമുക്ക് കോളംസ് ഹൈഡ് ചെയ്ത് വെക്കാം, റോസ് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം, വർക്ക്ഷീറ്റ് മൊത്തത്തിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഇവിടെ 1 മുതൽ 4 വരെയുള്ള ഐറ്റം ഞാൻ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോകൾ മൊത്തം സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഹൈഡ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ 1, ഇവിടെ 1, അത് കഴിഞ്ഞിട്ട് 6 ആണ്. ഇത് അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ മുതൽ എവിടെ വരെയാണോ അൺഹൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പഴയ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ കോളംസ് അതുപോലെ തന്നെ ഏത് കോളം ആണോ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹൈഡ് കൊടുക്കുക. തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അൺഹൈഡ് കൊടുക്കുക. എക്സലിൽ വർക്ക്ഷീറ്റ് ഹൈഡ് ചെയ്യാൻ ജസ്റ്റ് ഏത് വർക്ക്ഷീറ്റ് ആണോ നമുക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക്ഷീറ്റ് പോയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും വർക്ക്ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വർക്ക്ഷീറ്റുകൾ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ മൊത്തം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഏതാണോ വേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ഇവിടെ ഓക്കെ കൊടുത്താൽ പഴയ പോലെ തന്നെ ഇവിടെ വരും. ജോലിക്ക് വേണ്ടിയും ജോലിക്കൊപ്പവും നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ എക്സൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്